മറ്റൊരു വാർത്തയിലേക്ക്. ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി വെച്ചതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേന്ദ്രത്തോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. ബില്ലുകൾ ഒപ്പിടാൻ വൈകുന്നതിൽ പ്രതിവിധി എന്ത് എന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവർത്തിച്ചു ചോദിച്ചു. നിയമനിർമ്മാണ സഭ രണ്ടാമതും ബില്ല് പാസാക്കിയാൽ ഗവർണർക്ക് വിവേചനാധികാരം ഇല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ചില കാര്യങ്ങളിൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഷബ്ന ചേരുന്നുണ്ട്. ഷബ്ന, എന്തൊക്കെ വന്നാലും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ ഇടപെടാനുള്ള ഒരു ശേഷി ഗവർണർക്ക് കൊടുക്കുന്ന തരത്തിൽ തന്നെ വേണം ഈ കാര്യങ്ങളെ സെറ്റ് ചെയ്യാൻ എന്നുള്ള തീരുമാനം കേന്ദ്രത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെ കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നടന്ന ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ എങ്ങനെയാണ്? രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട വാദം ഇപ്പോഴും സുപ്രീം കോടതിയിൽ തുടരുകയാണ്. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ ഈ ഗവർണറുടെ നിലപാടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകൾ കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുന്നത്. ബില്ലുകൾ ഒപ്പിടാൻ വൈകുന്നതിൽ പ്രതിവിധി എന്ത് എന്ന ചോദ്യം കോടതി ആദ്യം തന്നെ കേന്ദ്രത്തോട് ആവർത്തിച്ചു ചോദിച്ചിരുന്നു. നിയമനിർമ്മാണ സഭ രണ്ടാമതും ബില്ല് പാസാക്കിയാൽ ഗവർണർക്ക് വിവേചനാധികാരം ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങളിൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെത്. ബില്ലുകൾ ഒപ്പിടുന്നതിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിനോടുള്ള ചോദ്യത്തിനാണ് ചില കാര്യങ്ങളിൽ അധികാരമുണ്ട് എന്ന് പറയുന്നത്. ഗവർണറുടെ വിവേചനാധികാര പ്രയോഗം സംസ്ഥാന സർക്കാരിനെതിരെയല്ലേ അല്ലെന്നുമാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കുന്നത്. പ്രഥമ സർക്കാരിന്റെ കാലത്ത് ഗവർണർമാർ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്നു എന്നും സോളിസിറ്റർ ജനറൽ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഗവർണർമാർ വിവേചനാധികാരം പ്രയോഗിച്ചതിന്റെ നിരവധി അനുഭവങ്ങൾ ഉണ്ട് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വിവേചനാധികാര പ്രയോഗം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ആയിരുന്നു കോടതിയുടെ പരാമർശം. ഭരണഘടനാനുസൃതമായി മാത്രമേ വിവേചനാധികാരം പ്രയോഗിക്കാവൂ എന്നതാണ് അംബേദ്കറുടെ വ്യാഖ്യാനം എന്നും സുപ്രീം കോടതി ഈ വാദത്തിനിടെ പറയുന്നുണ്ട്. 14 ചോദ്യങ്ങളിൽ വ്യക്തത തേടിയിട്ടാണ് രാഷ്ട്രപതി ഇത്തരത്തിലുള്ള ഒരു റഫറൻസിന് കത്തയച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ റഫറൻസ് ഇപ്പോൾ